വേണ്ടി മാത്രം തിയേറ്ററിൽ കയറുക നല്ലൊരു പടമായിരുന്നു. എന്ന് വെച്ചാൽ ഷറഫുദ്ദീനായാലും ഇപ്പം ജിംഖാനയിൽ അഭിനയിച്ച അവനായാലും പിന്നെ സുരാജിൻ്റെ മോനെ കുറേ നാളെ ഇങ്ങനത്തെ സുരാജിനെ കണ്ടിട്ട് എന്ന് വെച്ചാൽ മൊത്തം എൻ്റർടൈൻമെൻറ്റ് പടം. തുടക്കം തൊട്ട് അവസാനം വരെ ചിരി, ഒരു സീരിയസ് മൂഡോ അങ്ങനെയൊന്നുമില്ല, മൊത്തം ചിരിക്കുക, ചിരി തന്നെ പടം. ഏതാ പടക്കളം ഒന്നും പറയാനില്ല. ഫയർ എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ ഫൺ എൻ്റർടൈനറാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് സുരാജ്. കാസ്റ്റിംഗ് ഫുൾ ഇതുവരെ ഫ്രഷ്, അടിപൊളി, സൂപ്പറാണ്. ഫുൾ ചിരി, തുടക്കം തൊട്ട് അവസാനം വരെ ചിരി, ഒരു സമയം പോലും ലാഗില്ല, അടിപൊളി. എങ്ങനെയുണ്ട്? സുരാജ് ആണ് പടത്തിൻ്റെ സോൾ. പിന്നെ നായകനായിട്ട് അഭിനയിച്ച പയ്യൻ ഫുൾ കാസ്റ്റ് അടിപൊളി. ഷറഫുദ്ദീൻ എങ്ങനെയുണ്ട്? ഷറഫുദ്ദീൻ ബെസ്റ്റ് പെർഫോമൻസ്. പടം സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് കിടിലായിരുന്നു, സെക്കൻഡ് ഹാഫ് അതിനേക്കാളും കിടില. നമ്മൾ ചിരിച്ച് മരിക്കും. അതെ, മോൻ ഇഷ്ടപ്പെട്ടോ? നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഷറഫുദ്ദീനും കൊള്ളാം. പടം സൂപ്പറായിരുന്നു. പടം നല്ല അടിപൊളിയാ. അതിൻ്റെ അകത്ത് മറ്റേ ഫാലിമയിലെ സന്ദീപ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ നന്നായിട്ടാണ് ചെയ്തിരുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫ് സുരാജും ഷറഫുദ്ദീനും. എല്ലാവരും ഫ്രണ്ട്സുമായിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടം. പെർഫോമൻസ് വൈസ് ആയാലും സുരാജ് ബ്രോയും ഷറഫുദ്ദീൻ ബ്രോയും പിന്നെ മെയിൻ ക്യാരക്ടർ സന്ദീപ് എന്ന് പറഞ്ഞ എല്ലാവരും അടിപൊളി. മ്യൂസിക് അടിപൊളി, BGM അടിപൊളി. നല്ല പടമാണ്, വിഷയ പടമാണ്. എല്ലാവരും പോയി കാണാൻ. എല്ലാവരും ഡെബ്യൂ മൂവിയാണ്. ഡയറക്ടറിൻ്റെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് എല്ലാവരും ലൈക്ക് വിജയബാബു ആയാലും സുരാജ് ആയാലും ലൈക്ക് പുതിയൊരു ഒരു പയ്യൻ ആക്ടറുണ്ട്, അവരും എല്ലാവരും നല്ല രീതിയിൽ അടിപൊളി, രക്ഷയില്ല, സൂപ്പറാണ്. നല്ല ത്രൂ ഔട്ട് ചിരിക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ കഥയും അടിപൊളി, സ്റ്റോറി ഒരു രക്ഷയില്ല, ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് ഒരു സ്റ്റോറിയാണ്. പിന്നെ ആക്ടേഴ്സ് എല്ലാം നൈസ്, സൂപ്പർ വെഡ് എക്സിക്യൂഷനുണ്ട്. അതേപോലെ പിന്നെ ഡയറക്ഷൻ കൊള്ളാം, നൈസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ജോണറുള്ള സ്റ്റോറി ടെല്ലിങ്ങും അതേപോലെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെയാണ്. പിന്നെ അതുപോലെ മ്യൂസിക്കും അടിപൊളിയാണ്. എല്ലാം എനിക്കൊന്ന് അടിപൊളിയാണ്, ഹിറ്റാവും. സൂപ്പർ മൂവിയാണ്. ഡയറക്ഷൻ നൈസ്, അടിപൊളി. ഫുൾ കോമഡിയാണ്. 2 മണിക്കൂർ കോമഡി ഇരിക്കാനുള്ള 2 മണിക്കൂർ കോമഡി അല്ല, പക്ഷേ അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. സുരാജൊക്കെ എങ്ങനെയുണ്ട്? സുരാജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആരാണ് ബെസ്റ്റായിട്ട് തോന്നിയത്? നമ്മളെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമാണ് ഇപ്പോൾ. കിടിലായിട്ട് ഒരു ഫൺ പടമാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കഥയാണ്, പക്ഷേ ഒരു പുതിയൊരു ജോണറും ആരും അറിയാത്ത ടൈപ്പ് ഒരു പടം. ഒരു ഫാന്റസി പോലത്തെ പടം, ഇച്ചിരി ഒരു ഫാന്റസി ടൈപ്പാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, അതിൽ ഫാന്റസി മൈൻഡോടെ വന്ന് കണ്ട കിടിലം പടം. ആരാണ് കൂടുതൽ നെട്ടിച്ച പടം? എല്ലാവരും ഈക്വലി, അവർ സുരാജാരനായാലും ഷറഫുദ്ദീനായാലും പിന്നെ നമ്മുടെ ബാക്കി പിള്ളേരായാലും എല്ലാവരും ഇങ്ങനെ. ഡയറക്ഷനൊക്കെ പുള്ളി ഫസ്റ്റ് പടം ഒന്നും പറയത്തില്ല. വേറെ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? മൊത്തത്തിൽ ഡയറക്ഷനും എഡിറ്റിങ്ങും കഥയും സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും കണ്ടിരിക്കാൻ ഒരു ഫൺ വെച്ചാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. പ്രത്യേക ഒരു സ്പെഷ്യൽ ജോണറാണ് പടം ചെയ്തിരിക്കുന്നത്. അടിപൊളി ഫാന്റസിയാണ്, എന്തായാലും പോയി കാണുകയാണ്. അതാണ് വെറൈറ്റി സബ്ജക്റ്റാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി മസ്റ്റ് ചിരിക്കാനുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ആ സിനിമയിൽ 2 മണിക്കൂർ പോണതേ അറിയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയി കാണണം. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്, ആക്ടിംഗ് ആണെങ്കിൽ സുരാജനാണെങ്കിൽ സർപ്പൂരാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പിള്ളേർ. ഓക്കെ, മസ്റ്റ് പടം. പടക്കളം നൈസ് മൂവിയാണ്. എന്താ പറയുക, എക്സൈറ്റഡ് ആണ് നല്ലതായിട്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. കാരണം ഈ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അവരുടെ ആ ക്യാരക്ടർ അതുപോലെ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കണ്ടതിൽ ഒരു എന്താ പറയുക, കൊടുത്ത കാശ് മുതലെന്നൊരു ഇതിലുണ്ട്. പിന്നെ ഒരു തവണ കാണാൻ കൊള്ളാമെന്നുള്ളൊരു മൂവിയാണ്. ഒരു നല്ല കോമഡി മൂവി. 2 മണിക്കൂർ ചിരിച്ചിരിക്കാനുള്ള 2 മണിക്കൂറിൽ നമ്മൾ ഓർത്തിരിക്കാനുള്ള കഥയുണ്ട്. സിനിമ ഇഷ്ടപ്പെട്ടു. ഇതൊരു വ്യത്യസ്ത ജോണറിലുള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ അങ്ങനെ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തത്. പക്ഷേ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ ധാരാളം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കുറച്ചൊരു സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ്, ഒരു പവർ ൻ്റെ ഒരു ഇത് വരുന്നത്, അതുപോലെ തന്നെ ബോഡി സ്വാപ്പ് പോലുള്ള കാര്യങ്ങൾ വരുന്നതുമുണ്ട്. അപ്പം പറയുമ്പോഴത്തേക്കും ചേട്ടാ ഇതെൻ്റെ ബോഡിയാണ്, നിൻ്റെ ബോഡി, ഇങ്ങനത്തെ രീതിയിലുള്ള ധാരാളം തമാശകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും ഇത് മുഷിപ്പിച്ചില്ല. പിന്നെ തുടക്കത്തിൽ കുറച്ച് നുറുങ്ങ് തമാശകളൊന്നും ഓക്കെ, എനിക്കെന്തോ വർക്കൗട്ടായില്ല. പക്ഷേ അതിനുശേഷം പിന്നെ അങ്ങ് സിനിമയുടെ ഗ്രാഫിക്കിനെ ഒരു സ്റ്റഡിലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതിനകത്ത് മുഴുതിയുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് സന്ദീപ് പ്രദീപും അതുപോലെ തന്നെ ഷറഫുദ്ദീനും പിന്നെ സുരാജ് വെഞ്ഞാറമൂട് ഒബ്വിയസ്ലി അദ്ദേഹം മികച്ച ഇതായിരുന്നു. പക്ഷേ മറ്റ് 2 പേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക എബോവായിട്ട് നിൽക്കുന്ന ഒരു പെർഫോമൻസാണ് അവിടെ 2 പേരുടെ ഭാഗത്തു നിന്ന് വന്നത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബറായിട്ടുള്ള ഒരു എനിക്ക് മറ്റൊരാളുടെ കാരണം
യൂട്യൂബറായിട്ടുള്ള 2 പേര് മീൻസ് അവർക്ക് സിനിമകളൊന്നും എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. അതിൽ തന്നെ അരുൺ പ്രദീപ് എന്തുകൊണ്ടോ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം മാത്രമാണ് ഇതിനകത്ത് അരോചകമായിട്ട് തോന്നിയത്. കാരണം പുള്ളി ഷോർട്സിൽ എന്താണ് ചെയ്യുന്നത് ആ സെയിം എക്സ്പ്രഷൻ തന്നെയായിരുന്നു ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ പുള്ളീനെ ഒരു 3-4 വർഷമായിട്ട് കണ്ടുകൊണ്ട് ഓൺലൈനിൽ കണ്ട് നമ്മൾ ശീലിച്ച ആ ഒരു സെയിം സംഭവമായിരുന്നു ഇതിനകത്ത് വന്നത്. പിന്നെ മറ്റു 2 പേരും ഈ ഒരു 4 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്യാങ്ങാണ് വരുന്നത്. മറ്റു 2 പേരും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആകമൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത ജോണറിൽ നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത മീൻസ് ഒരു എന്താ പറയുക അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമകളൊക്കെ അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫൺ മോഡലിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.